ഹലോ എന്താ കളത്തിയ ആന്നില്ല പണിക്കാരത്തി നാളെ വർക്ക് ആ സമയമായി കുത്തിനെ വിളിക്കാൻ നോക്കുമ്പോ പണിക്കാരത്തി മറ്റോള് എന്താക്കാ രണ്ടാളും കൂടി റൂമിന്ന് കളിക്കുക കളത്തികളെ. ഞാൻ വിചാരിച്ചു ജയലളിതന്റെ മാതിരത്തെ പരിപാടി ഉണ്ടായിരിക്കുന്നു. ഇവിടെ അധികം ചാനലിലും അതെന്താ ജയലളിത ശശികലയായിട്ട് കളിക്കലല്ലോ ഉള്ള പണി. ഇപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ ഇവിടെ സൗദിയിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ഈ പരിപാടി. ഈ ചാനലിലൊക്കെ പെണ്ണും പെണ്ണുള്ള കളി എന്താണ് ആളുണ്ട്. അത് കാണിച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ്. നമ്മള് മലയാളത്തില് ഇലത്താളം എന്നൊക്കെ പറയും. നിങ്ങൾ ഈ ചെണ്ട തൊട്ട് ഇലത്താളല്ലേ ഇങ്ങനെ ഒരു വലിയ ആദ്യമാതിരി മുട്ട തന്നെ രണ്ടാളും കൂടി. പിന്നെ പല മരുന്നുകളും ഉണ്ടല്ലോ. അതൊന്നും കണ്ടില്ല നിങ്ങള്? ആ സീഡി ഒന്നും ബഷീർ കാണിച്ചില്ല. കണ്ടുകളില്ലേ? എന്നിട്ട് എന്നോട് ചോദിക്കല്ലേ. ഞാനൊരു പണിക്കാരത്തിയായിട്ട് കളിച്ചോ? വലിയ വിളി ആയില്ലല്ലോ. നിങ്ങൾ വരുമ്പോഴത്തേക്ക് റെഡി ആയിരുന്നോളി കള്ളത്തിയ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടി വൈസീനൊക്കെ പറഞ്ഞു വന്നപ്പോ ഞാനിപ്പോ എന്താ ചെയ്യാ? നിങ്ങളിപ്പം കോഴിക്കോട്ടേക്കല്ലേ പോകുക, എസ്റ്റിയിലേക്കൊന്നും പോയില്ല. അതിന് നിങ്ങൾ നമുക്ക് നിങ്ങളെ മരുന്ന് വാങ്ങിയാൽ മതിയല്ലോ. അതൊന്നും ആവില്ല, പേടിക്കണ്ട. അതിലും വലിയ പേടിയാണ് ഇപ്പൊ. അത് ശരിയാണ്. ഒന്നും ആവില്ല, പേടിക്കണ്ട. അതൊന്നും അതിനെ പറ്റി ഒന്നും പേടിക്കണ്ട. വന്നൊന്ന് പോന്ന് കൊത്തി പിടിച്ച് കഴിച്ച് കളിക്കണ്ടല്ല, നല്ല രസം. അതിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട. ഞാനിങ്ങനെ വിചാരിക്കാം പഠിച്ചതിപ്പോ എന്താ ചെയ്യാ? അത് ശരിയാണ്. നോക്കാം നമുക്ക്. ഇല്ലെങ്കിൽ നമുക്ക് ഫെസ്റ്റിലിറങ്ങിയ അല്ലെങ്കിൽ കോണ്ട ഉപയോഗിക്കട്ടെ. കോണ്ട എനിക്ക് ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. നമുക്ക് എവിടെങ്കിലും ഇറങ്ങാൻ കഴിയാൻ നോക്കാം. ഇറങ്ങുമ്പോ അതിന്റെ സുഖം പോയി പോകും. ആകെ പോകാൻ നേരമുള്ളൊരു ത്രില്ലാണ്. പോകാൻ നേരം മേലൊക്കെ ഒന്ന് വീണാലൊരു സുഖാണ്. മയങ്ങി കിടക്കും. വീഴാൻ മാത്രം ഉണ്ടല്ലോ മുതല്. ഈ എല്ല് തറച്ച് എനിക്കില്ല ഇറച്ചിമ കിടക്കാനുള്ള ആഗ്രഹം അറിയാമോ? ഇപ്പൊ മരക്കട്ടിൽമേലല്ലേ കിടക്കല്, മുള്ളു കുത്തുന്ന മരക്കട്ടിൽമേല്. അപ്പൊ ഈ ഇറച്ചിയും കുണ്ടിയും മുലയും ഒക്കെ ഉള്ളൊരു സാധനം. അത് എന്നും ആ സൗന്ദര്യം ആയുസും നിലനിർത്തട്ടെ. അപ്പം ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായിനു എന്താ പറയുന്നത്? ആരാണ് ആള്? ആരാ? എന്താണ് റഹ്മത്തുള്ളാണ് പേര്. ആ റഹ്മത്തുള്ള എനിക്ക് തീരായി കുറ്റപ്പെടുത്തല്ലേ. അയാളതൊന്നും പോരാ. അയാളെ വയലുകളൊന്നും. അയാള് കുടുംബം തെറ്റിക്കുന്ന മനുഷ്യനാണ്. അമ്മയും മോനും തട്ടൂല, ആരും പറ്റൂല. അതാ വയൽ. ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതാ വയല്. ദീൻ എന്താണ് അത് നമ്മൾ പ്രബോധനം ചെയ്യണം. ഇത് വെറും സെക്സ് ആണ് ആ റഹ്മത്തുള്ള പറയുന്നത്. കൂടെ കിടക്കാം, പറഞ്ഞ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. പല്ലും ഇങ്ങനെ വിളിച്ചാട്ടോ അയാള്. അല്ല, ഞാൻ പണ്ടിതിനെ കുറ്റപ്പെടുത്തല്ല. അത്ര നോമ്പ് വെച്ച് ഉറക്കം കഴിഞ്ഞൊന്നും പോയി കേൾക്കാൻ മാത്രം മരുന്ന് കാണുന്നില്ല എന്ന് പറയും ഞാൻ. പിന്നെന്താ പറഞ്ഞേ? ഫോട്ടോ കാണുന്നുണ്ടോ? ഫോട്ടോ എവിടെ? കണ്ടുകൊണ്ട് വർത്താൻ പറയുന്ന ഫോൺ ഇവിടെ ഉണ്ട്. പൊന്നെ, കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഫോൺ ഇവിടെ ഒക്കെ അയക്കണം. ഇവിടെ ലിസ്റ്റിൽ അയക്കണം. നാട്ടില് വരാനുള്ളൂ ഇനി. നേരിട്ട് കണ്ട് ഫോണിൽ കൂടി കണ്ട് സംസാരിക്കണം. അപ്പൊ നമുക്ക് നേരിട്ട് കാണാമല്ലോ അല്ലേ? ഇന്നലെ നമ്മളെ മദ്രാസിലെ സുഹൃത്തുണ്ടല്ലോ, മൂപ്പര് ഇവിടെ വന്നിട്ടുണ്ട്. മൂപ്പര് വന്നിട്ട് മൂപ്പര് ഉംറ കഴിച്ചും ഭയങ്കര വിവാദത്തിന്റെ ആളാ. ഒക്കെ അതിനായിട്ട് വരുന്ന മൂപ്പര്. അപ്പം വിസയുണ്ട് മൂപ്പരത്തെ. അപ്പൊ മൂപ്പര് ഇന്നലെ പറഞ്ഞ് പണ്ട് വന്നേരം ഇവിടെ സർക്കിയ എന്നൊരു സ്ഥലമുണ്ട്, അവിടുന്ന് ഏതോ കോഴി നിറച്ച് തിന്നീനും പോലെ തലശ്ശേരി സ്റ്റൈലിലേ. അതിന് നടന്ന് ഹോട്ടലിൽ നമുക്കൊരു പേര് ഓർമ്മയില്ല. അവസാനം കണ്ടുപിടിച്ച്
വളരെ നല്ലൊരു എന്ത് പറഞ്ഞു? ഇല്ല ഇൻഷാല്ല മൂപ്പരൊക്കെ ഓക്കെയാണ്. നിങ്ങൾ വരെ നമുക്ക് പ്രശ്നമൊന്നും ആക്കണ്ട, നമുക്ക് നാട്ടിൽ സുഖമായിട്ട് എങ്കിലും ഇല്ലെങ്കിലും ഗൾഫിന്റെ ഒരു അടിച്ചുപോയി ഇല്ലെങ്കിലും റാത്തായിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിതം ജീവിക്കാന്ന് പറഞ്ഞാൽ അതന്നെ പോരെ നമുക്ക്. അത് മതി. ഇവിടെ വന്ന് കുറെ ഫോണും പൈസ ഇട്ടാളും കുറെ ടെൻഷനും അടിച്ച് കുറെ ബെഡിന്റെ മുകളിലും ബ്ലാങ്കറ്റിലും ഒക്കെ പോയിട്ട് എന്താ കാര്യം? അതാ പാത്രത്തിൽ ഇൻഷാല്ലാ നമുക്ക് മൂപ്പര് നല്ല മനുഷ്യനാണ്. പല ബഡ്ജറ്റുണ്ട് മൂപ്പരടുത്ത്. ബഷീർ അങ്ങനെ ആയാലും എനിക്ക് സീന അല്ല ഒരു പണി ചെയ്താൽ മതി. മദ്രാസിലാവുമ്പോ ഞാൻ മദ്രാസിൽ, ബഷീർ ഇവിടെ ഞാൻ മദ്രാസിൽ. ഇൻഷാല്ലാ എന്താ നോക്കാം, കുറച്ച് കഴിയട്ടെ. തിരക്കടല്ലേ നിങ്ങള്? എന്റെ പൂജ ഒന്ന് തീർത്ത കൊറേ കള്ളച്ച വന്നോട്ടെ. ബഷീർ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുട്ടിയാ, പാവാണ് എന്റെ മനസ്സിന്. ഞാൻ പാവല്ലേ? എന്റെ ജീവിതത്തില് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ പ്രായത്തിൽ, ഈ വയസ്സാം കാലത്ത് ഒരു റൊമാൻസ്. അതുകൊണ്ട് ഒരു ത്രില്ല്, അതുകൊണ്ടാണ് നമുക്കൊരു ത്രില്ല് വരുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? അത് നമ്മള് സൂക്ഷിച്ച് നീങ്ങാൻ നമുക്ക് ഇൻഷാല്ലാ പേടിക്കണ്ട. നിങ്ങൾ ഇഷ്ടപ്പെന്നെ ഒരു ഫോൺ കോൾ, അത് എത്ര കാലം ഞാൻ വീട്ടിനോട് നാട്ടിൽ നിന്നേ വാങ്ങി. ഞാൻ വെച്ച് നിങ്ങളെന്ത് വിചാരിക്കും? ഞാൻ തന്നെ കള്ള കാക്കനോട് ഏതായാലും ഞാൻ വന്ന എനിക്ക് എയർപോർട്ടിൽ നിന്ന് വരുമ്പോ ഒക്കെ ആ നമ്പർ വാങ്ങിയില്ലല്ലോ ഇങ്ങനെ. ഇനിയിപ്പം വീട്ടിൽ ഞാൻ കൊറേ സംസാരിക്കേ ഇത് ചോദിക്കാനും ഈ കാരണം അയാൾ ചോദിച്ചാലോ എന്തിനാ എനിക്ക് നമ്പർ എന്ന് ചോദിച്ചാലോ ബഷീർ നമ്പർ ചോദിക്കുക ധൈര്യമായിട്ട്. അപ്പൊ ഇത് ചത്തൂല, ഞാൻ ഇങ്ങനെ ചോദിച്ചു നിർത്തൂല. അങ്ങനെ ചുരുങ്ങിയ ഒരു 5-10 ഫോൺ ചെയ്തിരിക്കണേ. പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും വേണ്ടിയില്ല. അയൽവാസികളല്ലേ, നമ്പർ കയ്യിൽ നിൽക്കുന്ന നല്ലതല്ലേ. അപ്പൊ ഞാൻ ചോദിച്ച് നമ്പർ എനിക്കെന്താ ക്യാമറ ഒന്നുമില്ല, ഉണ്ടാക്കിയിരിക്കുന്നല്ലോ അന്വേഷിക്കാന്നാണ്. അങ്ങനെ എന്തായി, ഞാൻ വിളിച്ചു തരാ പറഞ്ഞിട്ട് അങ്ങനെ 4 ദിവസം ഇവിടെ എഴുതി വെച്ച് ഞാൻ കാണുന്നില്ല അങ്ങനെ 3 നാള്. അങ്ങനെ വാങ്ങൂട്ട. എന്നിട്ട് ഞാൻ നമ്പർ വെച്ചിട്ട് എനിക്കറിയാം നിങ്ങൾ ചോദിച്ചത് എന്താന്നൊക്കെ. എനിക്ക് നല്ലോണം അന്നപ്പോ തന്നെ വിളിക്കും. പിന്നെ ഞാൻ ഇങ്ങനെ എന്നിട്ട് നമ്പർ കിട്ടിയിട്ട് ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞാൽ വിളിക്കുന്നത്. എനിക്ക് പേടി. എന്നിട്ട് ഞാൻ സ്കൂളില്ലാത്ത സമയത്ത്, സ്കൂളുള്ള സമയത്ത് വരച്ച കൈ കൊണ്ട് എന്താ അത് പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അൽഹംദുലില്ല അന്ന് എന്തോ ഒരു ഹാപ്പിയും കുറച്ച് ദിവസം റബ്ബേ. പൊന്നിന്റെ ആദ്യത്തെ കിസ് എനിക്ക് മറക്കാൻ പറ്റില്ല. ഓരി തരച്ചു വയ്ക്കണ ആദ്യത്തെ കിസ് എനിക്ക് ഇല്ലാതെ കിട്ടില്ല. അൽഹംദുലില്ല ഭയങ്കര ഒരു ഭാഗ്യവാനാണ് ഞാൻ ആ കാര്യത്തില്. കിസ്സോ? അല്ല അന്ന് ആദ്യം തന്നെ വിളിച്ചിട്ട് 5-6 മാസമായില്ലേ നമ്മള് മീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 5 അതിലും കൂടുതലായില്ലേ? ആയിക്കോട്ടെ പൊന്നെ, ഇന്നും നിലയാക്കട്ടെ. 4 മാസമായപ്പോ തുടങ്ങിയിരിക്കുന്നു തന്നെ. ആയിക്കോട്ടെ. അപ്പൊ 4 മാസം ഇപ്പൊ 8 മാസം പള്ളയിലായിപ്പോ അല്ലേ? പറയാനായിക്കുന്നു. ചിരിയൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്ന ചിരിയ പല്ല് നല്ല പല്ലാണ്, നല്ല മീശാണ്, പൊടിമീശ, പിന്നെ നെറ്റിത്തടം ഒക്കെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല വിതർന്ന നെറ്റിത്തടാണ് അല്ലേ? ഒക്കെ ശരിയല്ലേ? അതൊക്കെ ഞങ്ങളറിയാതെ ഞാൻ ചൂഞ്ഞെടുത്തിരിക്കുന്നതാണ്. പിന്നെ ആരും കണ്ടാല് ഇങ്ങനെ സാരി ഉടുത്താല് അന്നത് കണ്ടതില്ലേ? ആ കള്ളത്തി അവിടെ ഇല്ലല്ലേ? ഓളെ ഞാൻ കൊടുക്കാൻ വെക്കാൻ ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞിരിക്കണു. ഞാൻ വന്നാലും അങ്ങോട്ട് പോയിരുന്നു പറഞ്ഞോട്. എപ്പ പോയി നിന്നോ എവിടെ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ വന്നാൽ ആ വീട് പൂട്ടിപ്പോ എന്റെ വിവരം അറിയുന്നുണ്ട് ഞാൻ. മറ്റേ അടുത്തിന്റെ അടുത്തേക്ക് വിളിച്ചിരുന്നു. ഒക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. പല്ല് വർക്കിന്ന്. എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എനിക്ക് പേടിയാണ് ഓളെ, എനിക്ക് ഭയങ്കര പേടിയാണ് ഓളെ.
ഞാനെന്താ മറ്റാളുകൾ ചിന്തിക്കുന്ന വിചാരിച്ചിട്ട്, കാരണം നമ്മളെന്താന്നുള്ള അറിയില്ലല്ലോ. ഞാൻ അമ്മാർക്ക് ഇങ്ങനെ വേർത്തൊക്കെ നിൽക്കുമ്പോ ഉള്ളോട്ടിരുന്നോടോ ഇങ്ങോട്ടിരുന്നോടോ ഈ പേടിക്കണ്ട ഞാൻ എന്നെ ഉണ്ടാക്കും പറയുന്നോട്. ഈ പേടിക്കണ്ട ഞാനെന്നെ ഒന്നും പിടിച്ച് തിന്നൂലെന്നറിയോള്. കാരണം എന്താ അറിയോ, എനിക്ക് അത്ര ആളെ നല്ലൊരു ബഹുമാനം ഉള്ളൊരു പെണ്ണാളോള്. അപ്പൊ ആ റെസ്പെക്ട് ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും ഓൾ എനിക്ക് എടുത്തു. അപ്പൊ ചായക്ക് വൈകുന്നേരമൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും പറ്റിയാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ. അപ്പൊ അവളെ ചായക്കൂട്ട അവിടെ ഉണ്ട് അറിയും. അല്ല അതല്ല, വീട്ടിൽ നിന്ന് തന്നെ ഒരു ഓപ്പൺ മൈൻഡാണ്. നല്ലൊരു മനുഷ്യനാണ്. ഉള്ളില് കളകളകളെ പുറത്ത് പറയുന്നത് പച്ചയില് പറയൂ, പക്ഷെ ഉള്ളില് ഒന്നുമില്ല. പാവാണ്. പാവായി. ഇപ്പൊ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു. അപ്പൊ ഭയങ്കര നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ്. കഴിഞ്ഞ തവണ ഒരുപാട് ഞാൻ അവിടെ ട്രൈ ചെയ്തിരുന്ന ആ കാര്യത്തിന് വേണ്ടിട്ട്. ഭയങ്കര വിഷമമുണ്ടോ കാര്യത്തിൽ. എന്താ പൊന്നെ തെരിന്നാളി തെരി കളത്ത് എന്തോ ഒരു കിസാണ് എവിടെ എത്തിപ്പോ എത്തോ ഒന്ന് നോടി തരി പൊന്ന്. ആയിക്കോട്ടെ പൊന്നിനതേ ആ മുലക്കണ്ണും മലാട്ടതൊക്കെ പിടിച്ച മുറക്കല്ലിന്റെ മുകളിൽ മുല പിടിച്ച് ഇങ്ങനെ ഞാൻ മുണ്ടുണ്ട് കേട്ടോ, ചോപ്പിക്കാണ്. പിന്നെ മറ്റേ നാവ് ഇങ്ങനെ ഞാൻ തുടങ്ങിങ്ങനെ പൊളത്തി വെച്ചാണ് കേട്ടോ. അപ്പൊ നിങ്ങളത് നാവ് അതിന്റെ ഉള്ളിലേക്ക് കേട്ടോ ഒക്കെ കൊഴുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഉള്ളില്. കുടിക്കാൻ കേട്ടോ. പിന്നെ ഒക്കെ കുടിക്കാണ് ഇതിക്കാളെ വലിച്ചു കുടിക്കാണ്. പിന്നെ 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 ഇതൊരു സുഖാണ് പൊന്നെ. വേർപ്പ് മാറും. എന്റെ സ്വന്താണ് ഒത്തി കുടിച്ചിട്ട്. ഞായറാഴ്ച ഒരു കൊറേ പാർട്ടിയുണ്ട്. പിന്നെ ഒരു പാപപ്പെട്ട ആളാ. പാപ്പന്റെ പെങ്ങളെ മോളാണ്. പക്ഷെ അമ്മയും പാപ്പയും മാപ്പിളയും ഒന്നുമില്ല. എവിടെയാണ്? അവിടുത്തെ നമ്മളടുത്ത് തന്നെയാണ് ഇതുവരെ നിന്ന് കുറെ ഉണ്ടാക്കി കൊടുക്കുക. എന്താ കൊടുക്കണോ? കൊടുക്കണോ പിന്നെ പാവാണ്. അയക്കണോ? ഞങ്ങൾക്ക് അയക്കാൻ കഴിയില്ലല്ലോ. വന്നിട്ട് കൊടുക്കല്ലേ? പിന്നെ എന്തെങ്കിലും തീരുമാനം ചെയ്യണം. എത്ര കൊടുക്കും നിങ്ങള്? ഞാന് എന്താ കൊടുക്കുക എനിക്ക് അറിയില്ല. എന്നാ 2000 റിയാലിന്റെ ഉറുപ്പ്യ എന്റെ കൊടുത്തേക്ക്. അവിടെ തിരിക്കാൻ കഴിയോ? തിരിക്കാനോ? ഞാനിപ്പോ അത് ചിന്തിക്കാൻ ആരോടാ വാങ്ങാൻ നോക്കാം. 2000 ആയിട്ട് അയക്കാനും പറ്റില്ല. എന്താ പിന്നെ 5 രൂപ അയക്കണോ? ബുദ്ധിമുട്ടാവും. ഞാൻ നോക്കട്ടെ, ഞാൻ എവിടെന്നെങ്കിലും വാങ്ങാൻ കഴിയാന്ന് നോക്കി നിങ്ങള്. 2 രൂപ ജിഗാക്കന്റെ വക കൊടുത്തേക്ക് കേട്ടോ. ജിഗാക്കന്റെ വകല്ല, നിങ്ങളെ വക. നിന്റെ വക, നിങ്ങളെ വക കേട്ടോ. എന്തൊരു കരളായ ഒരാളുണ്ട്. നമ്മളെ കാര്യങ്ങളൊക്കെ അയറാവട്ടെ. ഇവിടുന്നത്തെ കാര്യങ്ങള് നല്ല സെറ്റിൽമെന്റ് ഒക്കെ കിട്ടട്ടെ. കുറെ ദുആ ഉണ്ടെങ്കിൽ കേട്ടോ. ഇല്ല പിന്നെ ആ കാര്യത്തിനൊക്കെ സിദ്ധിക്കാക്ക ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് ഇത് നമ്മളടുത്ത് തന്നെ ഇതുവരെ നിന്നത്. എന്നിട്ടിപ്പോ പിന്നെ 5 ആങ്ങളമാർ തന്നെ പറഞ്ഞായി കൊടുത്തതാണ് അവിടെ അടുത്ത് തന്നെ. ശരി. അപ്പൊ എല്ലാ കാര്യവും ഞങ്ങൾ തന്നെയാണ്. ആയിക്കോട്ടെ. എനിക്കിപ്പോ എന്താ അറിയോ, ഇനി ആ മാതിരി കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറ്റൂല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. കാരണം എന്താ പറയാ, ഇവിടുന്ന് ചെയ്യുന്ന മാതിരി ഒന്നും അവിടെ നാട്ടിൽ നിന്ന് ചെലുത്താമെങ്കിലും ഇൻഷാ അല്ലാഹ് ഹൈറാവുമായിരിക്കും. ശരിയാവും ഇൻഷാ അല്ലാഹ്. ശരി. എന്നാ പൊന്നെ വെക്കട്ടെ. കിട്ടല്ലേ ഇനങ്ങനെ വെക്കുക. അതൊക്കെ പല പണിയില്ലേ, അതിൽ വെക്കാനുള്ള പണി. ആയിക്കോട്ടെ, പൊന്ന് കാണിച്ചെന്നാ മതി എല്ലാം. ഓക്കെ, അതെല്ലാ സൈസുള്ള എനിക്ക്. ആയിക്കോട്ടെ പൊന്നെ. ഓക്കെ ഓക്കെ എന്നാല്. ഓക്കെ ബൈ. നാളെ വിളിക്കാന് ചെലപ്പം കഴിയില്ലട്ടോ. നാളെ ചെലപ്പം വിളിക്കാൻ കഴിയില്ലേ? നാളെ ആളുണ്ടാവും. ചെലപ്പം ബിരു ഉണ്ടാ മതിയാവും. അപ്പൊ നിങ്ങള് അടിച്ചാലോ? ഞാൻ വിളിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അടിച്ചിട്ടോ. ആദ്യം അടിച്ചു, പിന്നെ നിങ്ങള് ഫിനിഷിങ് നിങ്ങൾ കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ ബൈ.